പ്രിയമുള്ളവരെ, വചനജ്വാല 1286 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 9 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ നമ്മൾ 50 നോമ്പിൻ്റെ 7-ാം ദിനത്തിലേക്കും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 9-ാം ദിനത്തിലേക്കും പ്രവേശിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 59-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ദൈവം എൻ്റെ ശക്തി ദുർഗം. ഗായക സംഘ നേതാവിനെ നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ദാവീദിന്റെ ഗീതം. അവനെ വധിക്കാൻ സാവൂൾ ചാരന്മാരെ അയച്ചപ്പോൾ പാടിയത്. എൻ്റെ ദൈവമേ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അതാ അവർ എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു. ക്രൂരർ എനിക്കെതിരെ സംഘം സംഘമായി ചേരുന്നു. കർത്താവേ, ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല. എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയടുക്കുന്നത്. ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരേണമേ. അങ്ങ് തന്നെ കാണണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണ്. ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരണമേ. വഞ്ചനയോടെ തിന്മ നിരൂപിക്കുന്നവരിൽ ഒരുവനെയും വെറുതെ വിടരുത്. സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു. നായ്ക്കളെപ്പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു. അവരുടെ വായ് അസഭ്യം ചെരിയുന്നു. അവരുടെ അധരങ്ങൾ വാളാണ്. ആരുണ്ട് കേൾക്കാൻ എന്ന് അവർ വിചാരിക്കുന്നു. കർത്താവേ, അങ്ങ് അവരെ പരിഹസിക്കുന്നു. എൻ്റെ ബലവാനായവനെ, അങ്ങയെ ഞാൻ സ്തുതി പാടും. ദൈവമേ, അങ്ങ് എനിക്ക് കോട്ടയാണ്. എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും. എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്ക് ഇടയാക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഫ്രാൻസിസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. കൊളാറ്റിൻ സഭയുടെ സ്ഥാപകയായ ഫ്രാൻസിസ് ഇറ്റലിയിൽ കുലീന മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു. ചെറുപ്പം മുതൽക്കേ ഫ്രാൻസിസിന്റെ അഭീഷ്ടം സന്യാസ ജീവിതമായിരുന്നു എങ്കിലും മാതാപിതാക്കന്മാരുടെ ആഗ്രഹപ്രകാരം 1396 ഒരു റോമൻ പ്രഭുവായ ലോറൻസ് പൊൻസാനിയെ വിവാഹം കഴിച്ചു. വിവാഹിത പ്രഭുവായിരുന്നുവെങ്കിലും ഫ്രാൻസിസ് ആഡംബരങ്ങളിൽ നിന്നകന്ന് പ്രാർത്ഥനയിലും ധ്യാനത്തിലും വിശുദ്ധ കുർബാനയുടെ സന്ദർശനത്തിലും ആനന്ദം തേടി. 40 കൊല്ലത്തെ വിവാഹ ജീവിതത്തിൽ അവൾ തൻ്റെ ഭർത്താവിനെ ഒരിക്കലും അനുസരിക്കാതിരുന്നിട്ടില്ല. വിവാഹിതയായ ഒരു സ്ത്രീ എന്തിനെങ്കിലും വിളിക്കപ്പെട്ടാൽ ഭക്താഭ്യാസങ്ങൾ നിർത്തിവെച്ച് കുടുംബജോലികളിൽ ദൈവത്തെ കാണണം എന്നാണ് അവൾ പറഞ്ഞിരുന്നത്. അപ്രകാരം തന്നെ അവൾ പ്രവർത്തിച്ചു വന്നു. ഒരിക്കൽ ഒരു സങ്കീർത്തനം ചൊല്ലാൻ തുടങ്ങിയപ്പോൾ 4 പ്രാവശ്യം അവൾ ഓരോ കാര്യത്തിനും വിളിക്കപ്പെട്ടു. ഓരോ പ്രാവശ്യവും സങ്കീർത്തനം നിർത്തിവെച്ചുകൊണ്ട് വേണ്ടത് ചെയ്തു. 5-ാം പ്രാവശ്യം സങ്കീർത്തനം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ പ്രഥമ വാക്യം
സ്വർണ മഷിയിൽ എഴുതിയിരിക്കുന്നതായി അവൾ കണ്ടു. ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ശാരീരിക പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാൻ അദ്ദേഹം സ്വഭാര്യയെ അനുവദിച്ചു. അന്നു മുതൽ വിശിഷ്ട ഭോജ്യങ്ങൾ ഉപേക്ഷിച്ചു. ഭിക്ഷക്കാർക്കുള്ള ഉണക്ക റൊട്ടി തിന്നാൻ തുടങ്ങി. മുള്ളരഞ്ഞാണം കുറെ നാൾ അണിഞ്ഞു. പിന്നീട് ആത്മീയ ഗുരു അനുവദിച്ചില്ല. കുട്ടികളെ വിശുദ്ധരായി വളർത്താൻ അവൾ അങ്ങേയറ്റം പരിശ്രമിച്ചു. കുരിശുകൾ അവൾക്ക് വേണ്ടുവോളമുണ്ടായിരുന്നു. 1413 നേപ്പിൾസ് രാജാവ് ലെഡിസ്ലാസ് റോമാ നഗരം ആക്രമിക്കുകയും ഫ്രാൻസിസിന്റെ ഭർത്താവിനെ നാടുകടത്തുകയും മകൻ ജോൺ ബാപ്റ്റിസ്റ്റിനെ ജാമ്യ തടവുകാരനായി കൊണ്ടുപോകുകയും ചെയ്തു. കോൺസ്റ്റാൻസ് സൂനദോസിന് ശേഷം സമാധാനം ഉണ്ടായി. ഭർത്താവ് സ്വദേശത്തേക്ക് മടങ്ങി. കണ്ടുകെട്ടിയ സ്വത്ത് തിരിച്ചു കിട്ടി. ഫ്രാൻസിസ് വഴി തനിക്ക് കൈവന്ന അനുഗ്രഹങ്ങളെ പരിഗണിച്ച് ഭർത്താവ് അവൾക്ക് അവളുടെ പ്രായശ്ചിത്ത മാർഗത്തിൽ കൂടെ നടക്കാനും താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒബ്ലൈറ്റ്സ് എന്ന സന്യാസിനി സമൂഹം ആരംഭിക്കാനും അനുമതി നൽകി. 1433 പുതിയ സഭ ആരംഭിച്ചു. 1437 എവ്യൂജേനിയസ് 4 പാപ്പ അതിനെ അംഗീകാരം നൽകി. റോമായിൽ സഭയുടെ മാതൃഭവനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരിൽ നിന്ന് കൊളാറ്റിൻസ് എന്ന ഈ സഭയ്ക്ക് നാമമുണ്ടായി. ഭർത്താവിന്റെ മരണശേഷം കഴുത്തിൽ ഒരു കയറ് കെട്ടി നഗ്നപാദങ്ങൾ കൊണ്ട് നടന്ന് മഠത്തിലെത്തി സാഷ്ടാംഗം വീണു. തന്നെ അവരോടൊപ്പം ചേർക്കാൻ സഹോദരിമാരോട് അഭ്യർത്ഥിച്ചു. 1437 മാർച്ച് 21 വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാൾ ദിവസം അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു. സഭയിലെ എളിയ ജോലികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു അവളുടെ ആഗ്രഹമെങ്കിലും അംഗങ്ങൾ അവളെ മഠാധിപയായി തിരഞ്ഞെടുത്തു. ഹ്രസ്വമായ സന്യാസ ജീവിതത്തിൽ നിരവധി അതിസാഹസികാനുഭവങ്ങൾ അവൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. കാവൽ മാലാഖ നേരിൽ അവളോട് സംസാരിച്ചിരുന്നു അത്രേ. കുർബാന സ്വീകരണത്തിന് ശേഷം പാരവശ്യം ഉണ്ടാവുക സാധാരണമായിരുന്നു. 1440 മാർച്ച് 9 56 വയസ്സിൽ ഫ്രാൻസിസ് നിര്യാതയായി. 1608 മെയ് 25 5 പൗലോസ് മാർപ്പാപ്പ ഫ്രാൻസിനെ വിശുദ്ധ എന്ന് പേര് വിളിച്ചു. ഭർത്താവിനെ ലഘുവായ മനപ്രയാസം പോലും വരുത്താതെ 40 കൊല്ലം ജീവിച്ച ഫ്രാൻസിസ് വിവാഹിത സ്ത്രീകൾക്ക് ഉത്തേജനമായിരിക്കേണ്ടതാണ്. അവളുടെ പ്രാർത്ഥനാശീലവും നിസ്സംഗതയും സകലർക്കും ഒരു മാതൃകയാണ്. പ്രിയരെ, ഇന്ന് തന്നെ ബൊളാഞ്ഞയിലെ വിശുദ്ധ കത്രീനയെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. കന്യകയും ദരിദ്ര ക്ലാര സഹോദരിമാരുടെ സഭാംഗവുമായ ബൊളാഞ്ഞയിലെ വിശുദ്ധ കത്രീന 17 വയസ്സിൽ ഫ്രാൻസിസ്കൻ 3 സഭയിൽ ചേർന്നു. ആദ്യം അടുക്കളയുടെ ചുമതലയായിരുന്നു. പിന്നീട് നോവിസ് മിസ്ട്രസായി. ഇക്കാലത്താണ് 7 ആത്മീയ ആയുധങ്ങൾ എന്ന പുസ്തകം രചിച്ചത്. സുവിശേഷ പ്രസംഗങ്ങൾ, ഭക്താഭ്യാസങ്ങൾ, കീർത്തനങ്ങൾ തുടങ്ങിയവയിലെല്ലാം കത്രീന ധാരാളം എഴുതി. ധാരാളം പെയിന്റിങ്ങുകളും ചെയ്തിട്ടുണ്ട്. കലാകാരന്മാരുടെ സ്വർഗീയ മധ്യസ്ഥയായി തിരുസഭ വിശുദ്ധയെ വണങ്ങുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സാഹിത്യത്തിലും കലയിലും ദൈവാവിഷ്കാരം സുഗമമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ബൊളാഞ്ഞയിലെ വിശുദ്ധ കത്രീനായുടെയും വിശുദ്ധ ഫ്രാൻസിസിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.